ഞാൻ കണ്ടിട്ടുള്ള മിക്കൊരു സ്റ്റാർട്ടപ്പുകളും ഫെയിൽ ആവുന്നത് അതിനൊരു സെക്സി ഐഡിയ ഇല്ലായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് സോൾവ് ചെയ്യാനായിട്ടോ ഒന്നുമല്ല. മിക്കപ്പോഴും അതിന്റെ ടെക്നിക്കൽ ഇംപ്ലിമെന്റേഷനിലാണ് നല്ലൊരു പ്രോബ്ലം വരുന്നത്. ഇവിടെ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിഷൻ തെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ലോങ് റൺ ഇറ്റ് വിൽ ആക്ച്വലി അഫക്റ്റ് അവർ സ്റ്റാർട്ടപ്പ് ഇറ്റ്സെൽഫ്. ടെക്കിലുള്ള ഓരോ ഡിസിഷൻസും അതുപോലെ തന്നെ ക്രൂഷ്യലാണ്. ആസ് വി നോ, നമ്മളൊരു പുതിയ ടെക് പ്രൊഡക്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ മോസ്റ്റ്ലി വി വിൽ സ്റ്റാർട്ട് അപ്പ് വിത്ത് സംതിങ് ലൈക്ക് എൻ MVP, ഒരു മോസ്റ്റ് വയബിൾ പ്രൊഡക്റ്റ് that will resemble something like our product. We can start implementing something which we have, then we can append it so that ഈ ഒരു MVP എന്ന് പറഞ്ഞാൽ ഒരു ലോങ് റണ്ണിലേക്കോ ലോങ് സ്കെയിലബിൾ ആക്കാനോ ഉള്ള പ്ലാൻ ആവില്ല. But we will get some clarity. Meanwhile, we will have something to sell. That's the concept of MVP. But എവിടെയാണ് ഈ ടെക് ഡിസിഷൻസ് റോങ് ആയിട്ട് വരിക? നമ്മുടെ പല അനാലിസിസുകളാണ് ആദ്യമുള്ളത്. ഫസ്റ്റ് തിങ്, ഹൗ മച്ച് യൂസേഴ്സ് വി ആർ ഗോയിങ് ടു ഹിറ്റ്. എത്രത്തോളം ആക്റ്റീവ് നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ടാവും. ഫ്ലിപ്കാർട്ട് പോലെ കംപ്ലീറ്റ്ലി ഫുൾ ടൈം യൂസേഴ്സ് വരുന്നൊരു പ്ലാറ്റ്ഫോം ആണോ, അതൊരു ലോക്കൽ ഒരു ഹൈപ്പർ ലോക്കൽ മോഡലുള്ളൊരു ഇ-കൊമേഴ്സ് ആണോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഓർ സംതിങ് ഇൻസൈഡ് അനദർ ബിസിനസ്. സോ നമ്പർ ഓഫ് റിക്വസ്റ്റുകൾ ഒരു റീസൺ ആണ്. അപ്പം ഇതിനെ എങ്ങനെ സെർവ് ചെയ്യണം? ഒരു ഇന്റേണൽ ആപ്ലിക്കേഷൻ ഒരു 10 യൂസേഴ്സ് മാത്രം യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിന് വി ഡോണ്ട് നീഡ് എ ഹൈലി സ്കെയിലപ്പ് ഓർ ഒരു ഹൈ സെറ്റപ്പ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഡിസിഷൻ ആക്ച്വലി ഭയങ്കര മാൻഡേറ്റ് ആണ്. സോ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു 10ഓളം പോയിന്റ്സ് ആണ് ദാറ്റ് ഡിസൈഡ്സ് ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് അവർ സ്റ്റാർട്ടപ്പ്. പോയിന്റ് നമ്പർ 1, ചീപ്പസ്റ്റ് ടു ഹൈ സ്കെയിലബിൾ ഡിപ്ലോയ്മെന്റ്സ്. നമുക്ക് ഡേ 1 ഒരിക്കലും ഒരു 1 lakh യൂസേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലോട്ട് സ്കെയിലപ്പ് ചെയ്യേണ്ടി വരത്തില്ല. വി ജസ്റ്റ് നീഡ് എ സ്റ്റേബിൾ സിസ്റ്റം. മേ ബി നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കാണിക്കാനാവും, അല്ലെങ്കിൽ വി വിൽ ബി ട്രൈങ് വിത്ത് 10 or hundreds of users at a time. അത് മാത്രമല്ല, ഒരു സോഫ്റ്റ്വെയറിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ നമ്പർ ഓഫ് ഓഡിയൻസിലായിരിക്കാം ഓൾവേസ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് വി ജസ്റ്റ് വാണ്ട് ദാറ്റ്. നമ്മുടെ ഡിപ്ലോയ്മെന്റും അതിനെ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി. അതിനുള്ള കോസ്റ്റ് നമുക്ക് ആ സമയത്ത് മുടക്കിയാൽ മതിയാവും. AWS പോലെ അല്ലെങ്കിൽ GCP പോലെ ഏതെങ്കിലും ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡറിന്റെ കയ്യിൽ നിന്ന് ഒരു സെർവർ എടുത്ത്, ഒരു ഡെഡിക്കേറ്റഡ് സെർവർ എടുത്തിട്ട് we have to deploy. We can deploy our application. We can start with that actually. Even if നമ്മുടെ application contains some, if it contains some file uploads or something, നമുക്കൊരു യൂസറിന്റെ കയ്യിൽ ഒരു PDF അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ക് അപ്ലോഡ് ചെയ്യുക. at the starting of the application actually നമുക്ക് നമ്മുടെ ആ ഒരു സെർവറിൽ തന്നെ ഈ ഫയൽസ് എല്ലാം സ്റ്റോർ ചെയ്താൽ മതിയാവും. But when it comes to hundreds of users at a time, ഈ ഫയൽസ് ഒക്കെ നമ്മുടെ സെർവറിൽ കൊണ്ട് ഇടുന്നതിനേക്കാൾ വയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഒരു തേർഡ് പാർട്ടി ബക്കറ്റ് ഒക്കെ എടുക്കുന്നതായിരിക്കും. ലൈക്ക് AWS S3 ബക്കറ്റ് ഓർ GCPയിലോ അഷൂറിലോ ഒക്കെ നമുക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഫയൽസ് ഉണ്ടാവും, ഫയൽ സ്റ്റോറേജ് ബക്കറ്റ്സ് ഉണ്ടാവും, ക്ലൗഡ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഇഫ് യു ആർ മൂവിങ് ടു ദാറ്റ് റാദർ ദാൻ ഈ അസറ്റ് ഫയൽസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫയൽസ് ഡെലിവർ ചെയ്യുന്നതിനെക്കാളും നമ്മുടെ ബിസിനസ് ലോജിക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ സെർവറിന് കൂടുതൽ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. So that's a point where we need to make the next decision. If we are overusing our database or something, we can rely on some Redis or any caching mechanisms, or even for efficient search, we can look for some open source search engine like Elasticsearch or something. We can go for that option. And from our side, even we can optimize queries and all. So these are the next upcoming steps we can optimize to make our system stable. ഈ ഒരു പോയിന്റ് പോലും നമുക്കൊരു ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ക്ലൗഡിലേക്ക് പോവുക അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് സ്ട്രക്ചർ മാറ്റുകയൊന്നും ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസും വരുന്നില്ല. നമ്മൾ thousands of യൂസേഴ്സിനെ അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇൻ വാട്ട് ലാംഗ്വേജ് വി ഹാവ് റിട്ടൺ അവർ ആപ്ലിക്കേഷൻ, അതനുസരിച്ച് നമ്പർ ഓഫ് യൂസേഴ്സ് വി ക്യാൻ ഹാൻഡിൽ അറ്റ് എ ടൈം വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ലിമിറ്റ്. മേ ബി പൈത്തണിൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഒരു MVP ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഇറ്റ് മൈ നോട്ട് ബി എഫിഷ്യൻറ്റ് ടു ഹാൻഡിൽ മോർ യൂസേഴ്സ് അറ്റ് എ ടൈം ഇൻ എ സിംഗിൾ ഇൻസ്റ്റൻസ്. സോ നമുക്ക് നമ്മുടെ സെയിം ആപ്ലിക്കേഷന്റെ പല കോപ്പീസ് ഉണ്ടാക്കിയിട്ട് ഒരു ലോഡ് ബാലൻസിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ ബാലൻസ് ദ ലോഡ്. ഓർ ഈവൻ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് മേ ബി ഒരു നോട്ട് ജസ്റ്റ് ഒരു ഗോലാങ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഡെവലപ്മെന്റ് ടൈം വിൽ ബി സോ ഹൈ, ബട്ട് നമ്പർ ഓഫ് വി ക്യാൻ ഹാൻഡിൽ മോർ നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓർ സിംഗിൾ സെർവർ. അപ്പം ഇങ്ങനത്തെ ഡിസിഷൻസിലേക്കാണ് പിന്നീട് വരുന്നത്. ഇത് എത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂസർ ബേസിലേക്കാണ് നമ്മൾ പോകുന്നത്, അതനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡിസിഷൻസ് മേ ബി ആദ്യം തന്നെയോ
അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് തൊട്ടോ മുമ്പോട്ട് നമുക്ക് എടുക്കേണ്ടി വരും. സെക്കൻഡ് പോയിന്റ്, സ്കെയിൽ ബിഫോർ ഇറ്റ് ഗെറ്റ് ഹേർട്ട്. ഏത് പോയിന്റിലാണ് നമുക്ക് സ്കെയിൽ അപ്പ് ചെയ്യേണ്ടത്? ദാറ്റ് വി ഹാവ് ടു ഡിസൈഡ്. വി മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് വിത്ത് സം MVP, ബട്ട് MVP എന്ന് പറഞ്ഞാൽ ഒരു ഹാക്കി കോഡ് ആവില്ല, അത് ആവരുത് തന്നെ. വെൻ വി ഇംപ്ലിമെന്റ് സംതിങ് ലൈക്ക് ആൻ MVP, വി ഷുഡ് മൊഡ്യൂളൈസ് എവറിത്തിങ്. ഇപ്പോൾ ഒരു യൂസറിന്റെ കോണ്ടാക്ട് എല്ലാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓർഡർ മാനേജ് ചെയ്യുന്ന സിസ്റ്റങ്ങളെല്ലാം ഒന്നിച്ച്, ഇനി അതല്ല യൂസറിന്റെ ബാസ്ക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഒന്നിച്ച്, വി ഹാവ് ടു മൊഡ്യൂളൈസ് ഇൻ അവർ കോഡ് ഇറ്റ് സെൽഫ്. ആൻഡ് ഈ ഒരു മൊഡ്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ that we can keep it minimal, and if we are keeping it, actually നമുക്കൊരു ഇന്റർഫേസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. Of course we need a bit more time there to implement each and everything. ഒരു ഓവർനൈറ്റ് ഡെവലപ്മെന്റ് ആവില്ല ഇത്. ബട്ട് ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ MVP ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് it will be easy for us to decouple at a later stage. ഒരു സിംഗിൾ ബാക്കെൻഡ് വെച്ച് പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരുന്ന സമയത്ത് these decoupled development will help us for sure. So the third point is actually cloud cost engineering. നമ്മുടെ ഓരോ ഡിപ്ലോയ്മെന്റും ഓരോ ഡെവലപ്മെന്റും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ സ്ട്രാറ്റജിയും how it directly relates to cost. That's the main point and the ultimate point. ഓരോ ഡെവലപ്പറും ഓരോ ആർക്കിടെക്റ്റും ഓരോ ഓണ്ടർപ്രണറും തന്നെയും ടെക് ഫീൽഡിലുള്ളവർ അറിഞ്ഞിരിക്കണം how we are going to directly accelerate bill amount with our decisions. ഇതിന്റെ അർത്ഥം ഒരിക്കലും നമ്മൾ ക്ലൗഡ് സർവീസസ് യൂസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഓൾവേസ് യു ഷുഡ് ഡിപ്പെൻഡ് ഓൺ ഡെവലപ്പർ എന്നുള്ളതോ അല്ല. മേ ബി 10,000 rupees പെർ മന്ത് വരുന്ന ഒരു AWS ബില്ലാണോ, ഓർ 60 or 50,000 rupees വരുന്ന ഒരു ഡെവലപ്മെന്റ്, റെക്കറിംഗ് ഡെവലപ്മെന്റ് ആണോ, 2 മാസം 3 മാസം വരുന്ന റെക്കറിംഗ് ഡെവലപ്മെന്റ് ആണോ, ഇറ്റ് ഷുഡ് ബി ബാലൻസ് എന്ന് ഉള്ളൊരു ചോദ്യം നമുക്ക് വരും. ആക്ച്വലി വി ഹാവ് ടു ഫോർമുലേറ്റ് ദോസ് ക്വസ്റ്റ്യൻസ് ബിഫോർ ടേക്കിംഗ് ദ ഡിസിഷൻസ്. ഷുഡ് വി ഗോ ഫോർ എ ക്ലൗഡ് സർവീസ്? ആക്ച്വലി പല സിറ്റുവേഷൻസും നമുക്ക് അതാണ് എളുപ്പം. മേ ബി ഒരു ഡേറ്റാബേസ് നമ്മൾ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുമ്പം വിച്ച് വൺ ഇസ് ബെറ്റർ? ആക്ച്വലി ഒരു സെൽഫ് ഹോസ്റ്റഡ് ഫ്രീ വേർഷൻ ഓഫ് ഡേറ്റാബേസ് യൂസ് ചെയ്ത് അതിന്റെ ബാക്കപ്സും അതിന്റെ മെയിൻ്റെനൻസും, ഇനി അതിന്റെ എന്തെങ്കിലും ഒരു ഡൗൺ ടൈം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ റീസ്റ്റോറിങ്ങും എല്ലാം മാനുവലി ചെയ്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ടൈം എടുത്ത് ഒരു ഡൗൺ ടൈമിന്റെ ടൈം ഒരു സർഫസ് ഏരിയ ഭയങ്കരമായിട്ട് കൂട്ടുന്നതാണോ, ഓർ ക്ലൗഡിനെ ഒരു ക്ലൗഡ് മാനേജ്ഡ് ഡേറ്റാബേസ് സർവീസിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ ഡൗൺ ടൈം റെസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റം കീപ്പ് ചെയ്യുന്നതാണോ ബെറ്റർ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഓരോ പോയിന്റിലും എത്തിയതിനു ശേഷമാണ് വി ഷുഡ് ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ഗോ ഫോർ ദ ക്ലൗഡ് സൊല്യൂഷൻസ്. ഓർ വി ക്യാൻ ആക്ച്വലി റേസ് ദ കോസ്റ്റ് ഫോർ സം റീസൺ. അതെന്ന് പറയുന്നത് കറന്റ്ലി ഉള്ള ഹാപ്പി പാത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. വി ഷുഡ് ഓൾസോ കൺസിഡർ അവർ ഡൗൺ ടൈം ആൻഡ് ഹൗ ടു മിനിമലൈസ് ഇറ്റ്. ഓൾസോ ദ റെസിലിയൻസ് ഓഫ് ദ സിസ്റ്റം. ക്ലൗഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കൂടുതൽ സർവീസിനെ പറ്റി ആക്ച്വലി നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് ഓട്ടോ സ്കെയിലിംഗ്? ഷുഡ് വി ഇംപ്ലിമെന്റ് സം ഓട്ടോ സ്കെയിലിംഗ് റൈറ്റ് നൗ, ഓർ ക്യാൻ വി ഹാൻഡിൽ ഇറ്റ് മാനുവലി, ഓർ ഷുഡ് വി ഗോ ഫോർ സം അതർ ഓർക്കസ്ട്രേഷൻ ടൂൾ? ഒരു ഡിപ്ലോയ്മെന്റ് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള മറ്റൊരു ടൂളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് EC2, അല്ലെങ്കിൽ എന്താണ് റിസർവ്ഡ് ഇൻസ്റ്റൻസ്, എന്താണ് സ്പോട്ട് ഇൻസ്റ്റൻസ്? ഹൗ വി ക്യാൻ മിനിമലൈസ് ദ കോസ്റ്റ്, or should we always put the cost even when we are not using some instances? Do we have some serverless architecture or pay as you go model of billing? ഇതിനെ പറ്റിയൊക്കെ ആക്ച്വലി നമുക്കൊരു പ്രോപ്പർ ഗ്രാബ് ഉണ്ടെങ്കിൽ മാത്രമേ we can take the right decision at the right time. ഈ ഡിസിഷൻ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും that will directly accelerate our amount or bill cost. Fourth point, data ownership and observability. Each and every data in our system should have some owner. Who should be able to delete it, who should be able to create it, and who all should be able to view or update it. ഇത് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് എസ്പെഷ്യലി അബൌട്ട് ദി ഒബ്സർവബിലിറ്റി ഓഫ് ദി സിസ്റ്റം. We have to keep our own logs. I mean, it should be pretty standard. We have to define some structure for that. And നമ്മൾ രാത്രി 2 മണിക്ക് കടന്നുറങ്ങുന്ന സമയത്ത് ഒരു API ഫെയിൽ ആയി കഴിഞ്ഞാൽ we will not have a clue what happened. I mean, കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാത്ത അവസരങ്ങളിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, പ്രാക്ടിക്കലി എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ കിട്ടില്ല. സോ വാട്ട് എവർ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ്, വി ഷുഡ് ഹാവ് എ പ്രിറ്റി ക്ലീൻ ആൻഡ് ഇൻഫോർമേറ്റീവ് ലോഗ്സ്. അത് ഒരുപാടാകാതെ വാട്ട് ഓൾ ആർ ദ സക്സസ് കേസസ് ആൻഡ് വേർ ഓൾ ആർ ഇറ്റ് ഫെയിൽ, ഇത് പ്രോപ്പർ സ്റ്റാൻഡേർഡിൽ ഫ്രം ദ ഡേ 1 വി ഹാവ് ടു ഇംപ്ലിമെന്റ് ദീസ്. Point number 5, go for a single monolith structure.
നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡേ 1 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 1 ഇയറിലേക്കോ 2 ഇയറിലേക്കോ മേ ബി ഒരു 5 ഇയറിലേക്ക് പോലും ഒരിക്കലും വി ആർ നോട്ട് ഗോയിങ് ടു ബീറ്റ് സം റെക്കോർഡ്സ് ലൈക്ക് thousands of users at a minute or hundreds of users at a minute എന്ന് പറയുന്ന റേറ്റിലേക്ക് നമ്മൾ വരുന്നത് ഭയങ്കര കുറവായിരിക്കും. Then we should not go for something like a highly scalable deployment at that time. അതുപോലെ തന്നെ we should not go for something like microservice implementation from the day 1. അതിൻ്റെ ആവശ്യമില്ല. We should always start with some monolithic structure. We have to ideate our structure. Whatever we can implement, we have to implement it in the same monolithic structure and make it in a single deployment. Microservice architecture എന്ന് പറയുന്നത് always it's so much lag to develop. It's always so much error prone. And ഇത് മൊത്തം കോസ്റ്റിനെ ആക്ച്വലി എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ആൻഡ് വെൻ വി ഹാവ് ടു ഇംപ്ലിമെന്റ് ഇറ്റ് ഓർ വെൻ വി ഹാവ് നോട്ട് ടു ഇംപ്ലിമെന്റ് ഇറ്റ്, ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. Always start with something a single monolithic structure which is easy to deploy always. സിംഗിൾ ആർക്കിടെക്ചർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ഒരു മൊഡ്യൂളിൽ മാത്രം ഓവറായിട്ട് നമ്പർ ഓഫ് റിക്വസ്റ്റ് വരികയും ഒരു മൊഡ്യൂൾ മാത്രം സ്കെയിലപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിലോ, ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ മാത്രം ഇന്റലിജന്റ്ലി മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷനാണ്. ആൻഡ് ഒരു റണ്ണിങ് പ്രൊജക്റ്റിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് നമ്മൾ ഒരു മൈക്രോ സർവീസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. This may not be true for every scenario, but for the 90% of scenario, ഇത് ഇങ്ങനെ തന്നെ പോകുന്നതാണ് viable. We have to manage both the cost as well as the quality of the product. Design with scalability in mind. This is the next point. എന്തൊക്കെയാണ് നമ്മുടെ എഡ്ജ് കേസസ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അനലൈസ് ചെയ്യണം. ബട്ട് ഇതിൻ്റെ എഡ്ജ് കേസസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം we might not have defined yet. And this is crucial in our product development. Especially നമുക്ക് ഒരു റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ വേണ്ടി വരുന്നുണ്ടോ? ഇഫ് സോ, വി ഹാവ് ടു സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് കറക്റ്റ്ലി. എന്തൊക്കെയാണ് ഒരു ഫീച്ചർ വൈസ് മാത്രം യു ഐയിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു കണ്ടീഷണൽ റണ്ടറിങ് പലപ്പോഴും കാണിക്കേണ്ടി വരുന്നുണ്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ യൂസേഴ്സിനും എല്ലാ പെർമിഷൻസും ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ടോ? ഓർ ആർ യു റിയലി ഗോയിങ് ഫോർ എ സാസ് വേർഷൻ ഓഫ് യുവർ പ്രൊഡക്റ്റ്? ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ അനലൈസ് ചെയ്തതിന് ശേഷം only after implementing a particular framework for this, then only we should start our first line of our business logic. Or else it will be very hard for us to revert it back and it will be so much expensive. Or ഈ ഒരു സിനാരിയോ ആയിരിക്കും നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ബഗ് കൊണ്ടുവരാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 7, സെക്യൂരിറ്റി ബൈ ഡിസൈൻ. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസിലും സീക്രട്സ് ഉണ്ടാവും. That can be API keys or anything which we are able to authenticate into other services or some configuration for ourselves. Never ever commit any of your secrets in your source code. And for that, usually നമ്മൾ .env files use ചെയ്യാറുണ്ട്, or we will be setting it up in the environment variables. But the good practice will be using some sort of vault or something, some secret vault. And you have to research over that, how we can implement vaults and how we can replace our environment variable files from your system. Point number 8, the best tool in the market. നമ്മുടെ ഓരോ ഇംപ്ലിമെന്റേഷനും ലൈക്ക് കാഷിംഗ് ഓർ ക്യൂയിങ് ബാക്ക്ഗ്രൗണ്ട് റണ്ണിങ് ബാക്ക്ഗ്രൗണ്ട് ടാസ്ക് ഓർ ഈവൻ സെൻഡിങ് മെയിൽസ്, എല്ലാത്തിനും we will be having a better alternative in the market. Maybe most of them are open source or they will be proprietary, but we have to find which one is best for our system. If you are having a simple search, അത് നമുക്ക് ഡയറക്റ്റ് ഡേറ്റാബേസിൽ പോയി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഇഫ് വി ഹാവ് എ ഹോട്ടൽ ബുക്കിംഗ് ആപ്ലിക്കേഷൻ ആൻഡ് വി ആർ സെർച്ചിങ് വിത്ത് സം നാച്ചുറൽ ലാംഗ്വേജ് ക്വറി ഓർ വിത്ത് സം കോംപ്ലക്സ് ഫിൽറ്റേഴ്സ് ആൻഡ് ഓൾ? ഈ ഒരു കേസിൽ ഒരു ഡേറ്റാബേസ് ക്വറി റൺ ചെയ്തിട്ട് ഡേറ്റ എടുക്കുന്നതാണോ, ഓർ ഈസ് ദർ എനി ബെറ്റർ ആൾട്ടർനേറ്റീവ് ടു ഡു ദ സെയിം തിങ്? യെസ്, ദർ ഈസ്. സെർച്ച് എഞ്ചിൻ പോലത്തെ ടൂൾസ് ആക്ച്വലി നമ്മുടെ സെർച്ചിനെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. DBയുടെ മുകളിലുള്ള പവർ ഭയങ്കരമായിട്ട് കുറയ്ക്കും. അതേസമയം മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് തരാൻ പറ്റും. ആൻഡ് ആസ് വി നോ, വി ഹാവ് ആൾട്ടർനേറ്റീവ് ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് വി ഹാവ് ടു നോ വാട്ട് ഓൾ ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്, ദെൻ ഹൗ ടു ഇംപ്ലിമെന്റ് ദീസ് തിങ്സ്. ഇത് ആക്ച്വലി നമ്മുടെ പേഴ്സണലി നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഓൺലി ഇഫ് വി നോ ദീസ് തിങ്സ് വി കുഡ് ഇംപ്ലിമെന്റ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് പ്രൊജക്ട് വിത്ത് മിനിമൽ ടൈം. പോയിന്റ് നമ്പർ 9, business thinking for developers. We will be implementing many of the problem statements. നമുക്കതിൽ കുറേ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. We will be spending more and more hours to do the same thing.
but we will be having some cloud alternatives for these things, or will be some open source tools, or there will be some other alternatives. Our problem solve and curiosity about we will be spending more time for that, or unknowingly we can do the same thing. So market ne correct aayittu manasilakki kaniyan, or the available tools further tools ne nammal correct aayittu manasilakki kaniyan, maybe a same cloud solution, maybe what you are doing for 50,000 rupees per month, a cloud solution can replace it by 10,000 rupees per month. Especially one of them are database in the backup actually restoring time, as an example I have told earlier. Actually in the cloud managed solution it will be far more better. So keeping that in mind, every decisions which one is more cost effective in our point. We can create unlimited number of microservices, but whether this is required or not, that's the main question, and that's a question forming from the cost perspective. Point number 10, last point. Never say no to microservice or monolithic architecture. Big companies microservice use ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൽ അത് വേണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള കാര്യമല്ല. Even for the same case of AI, big companies or other products AI use ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രൊഡക്റ്റിൽ AI implement ചെയ്യാൻ ഒരു റീസൺ അല്ല, as we all know. And if number of developers is less than 25, or നമുക്കൊരു 10 lakhന്റെ അകത്ത് യൂസേഴ്സേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ, actually we can handle everything in a single code base and a monolithic code structure. This will be easy for us to deploy everything and manage everything, and a good CI/CD pipeline that will be enough for us to scale at this point. So if we want to introduce more and more service into our system, the question is, do we really want that or not? This discuss the 10 points. Actually these decides എത്രത്തോളം കോസ്റ്റ് കൂടും അല്ലെങ്കിൽ എത്രത്തോളം കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ പോയിന്റ്സുകൾ ഡിസൈഡ് ചെയ്യുന്നതാണ്. ആസ് വി നോ, ഈ പോയിന്റ്സ് മാത്രമാവില്ല ഡിസ്കസ് ചെയ്യുക, എന്നാലും ദീസ് പോയിന്റ് ഹാവ് ഇറ്റ്സ് ഓൺ പ്രയോറിറ്റീസ് ആക്ച്വലി. ആൻഡ് കമ്മിങ് ഡേയ്സ് നമുക്ക് കൂടുതൽ പോയിന്റ്സും ഇത് ഓരോന്നിൻ്റെയും ബ്രീഫായിട്ട് വീണ്ടും കാണാം.